നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ ക്രിസ്റ്റഫർ ജോയി മരിച്ചതിന് പിന്നാലെ തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിലുള്ള തുരങ്ക ഭാഗം ശുചീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. ജലവിഭവ വകുപ്പാണ് 63 ലക്ഷം രൂപയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചത്. ഇതിനുള്ള ചെലവ് റെയിൽവേയാണോ സർക്കാരാണോ ചെലവഴിക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. 2 വർഷം മുമ്പ് ജലസേചന വകുപ്പ് ഈ ഭാഗം ശുചീകരിക്കാൻ 52 ലക്ഷം രൂപയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചതാണ്. മാലിന്യം പൂർണ്ണമായി നീക്കുന്നതിന് 3 മാസത്തോളം വേണ്ടിവരും. 1200 ഘനമീറ്റർ മാലിന്യം ഈ ഭാഗത്ത് അടിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മൊത്തം 140 മീറ്ററാണ് റെയിൽവേയുടെ സ്ഥലത്തുകൂടി ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നത്. ഇതിന്റെ 117 മീറ്ററാണ് തുരങ്ക ഭാഗം. ചെറിയ മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുരങ്ക ഭാഗത്തിന്റെ ഇരുഭാഗത്തു നിന്നും മാലിന്യം മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിലേക്ക് യന്ത്രങ്ങൾ ഇറക്കേണ്ടി വരും. ഓപ്പറേഷൻ അനന്തയുടെ സമയത്ത് ശുചീകരിച്ച അതേ രീതിയാണ് പിന്തുടരുന്നത്. സർക്കാർ പണം അനുവദിച്ചാൽ അടിയന്തരമായി ശുചീകരണം തുടങ്ങും. ഇതുകൂടാതെ തോടിന്റെ തുടക്ക ഭാഗത്ത് 2 കിലോമീറ്റർ ദൂരം തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പുതിയതായി ഫെൻസിംഗ് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. 2 കോടി രൂപയാണ് ചെലവ് വരുന്നത്. രാജാജി നഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തള്ളാനായി ഫെൻസിങ്ങുകൾ മുറിച്ചു മാറ്റിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഫെൻസിംഗ് ഇല്ലാതെ തകരപ്പറമ്പ് അടക്കമുള്ള ഭാഗങ്ങളിൽ പുതിയ ഫെൻസിംഗ് സ്ഥാപിക്കും. റെയിൽവേ ഭൂമിയിലേക്ക് തോട് കടക്കുന്ന ഭാഗത്ത് തോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള നെറ്റ് പൂർണ്ണമായും താഴ്ത്തി വെക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തുനിന്നുള്ള മാലിന്യം അകത്തേക്ക് കടക്കുന്നത് പൂർണ്ണമായും തടയാനാണിത്. തുരങ്ക ഭാഗത്ത് മാലിന്യം എത്തുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ നേരത്തെ കൊമ്പ് കോർത്തിരുന്നു. നെറ്റ് തോടിന്റെ അടിത്തട്ട് വരെ താഴ്ത്തി വെക്കുന്നതും ജലസേചന വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ തമ്പാനൂരിൽ നെറ്റ് വെക്കുന്ന ഭാഗത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം വന്നടിഞ്ഞു കിടക്കും. ഇത് തോടിന്റെ ഒഴുക്കിനെ ബാധിക്കും. ചെറിയ ഒരു മഴ വന്നാൽ പോലും തമ്പാനൂരിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് പുറകിലുള്ള ആളൊഴിഞ്ഞ ഭാഗത്താണ് മാലിന്യം കൂടുതലായി ഉപേക്ഷിക്കുന്നത്. വീട്ടുപകരണങ്ങളും പ്ലാസ്റ്റിക്കുകളും അടക്കമുള്ളവ ഇക്കൂട്ടത്തിലുണ്ട്. തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് കർശനമായി തടയുന്നതിനൊപ്പം തമ്പാനൂർ ഭാഗത്ത് തോടിന്റെ ശുചീകരണത്തിന് സ്ഥിരം തൊഴിലാളികളെ നിയോഗിക്കേണ്ടി വരുമെന്നും ജലവിഭവ വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. അടിയുന്ന മാലിന്യം ദിവസവും വാരി മാറ്റേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തോടിന്റെ വശങ്ങളിലുള്ള വീടുകൾ, സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് 1490 പേർ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തോട്ടിൽ തള്ളുന്നതായി സർവേയിൽ കണ്ടെത്തിയിരുന്നു. നിശ്ചിത ദിവസത്തിനകം ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നോട്ടീസ് നേരിട്ട് കൈമാറും. സമയപരിധിക്കുള്ളിൽ പരിഹാരം കണ്ടെത്താത്തവർക്കെതിരെ നടപടിയെടുക്കും. മാലിന്യം തോട്ടിൽ തള്ളുന്നത് തടയാൻ രാജാജി നഗറിൽ 4 സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിരുന്നു. മുഖം തിരിച്ചറിയാവുന്ന തരത്തിലുള്ള AI ക്യാമറകളടക്കം 35 ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. 10 AI ക്യാമറകളും 25 സാധാരണ ക്യാമറകളുമാണ് സ്ഥാപിക്കുന്നത്. ക്യാമറകൾ കോർപ്പറേഷനിലെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെന്ററുമായും പോലീസിന്റെ കൺട്രോൾ സെന്ററുമായും ബന്ധിപ്പിച്ച് 24 മണിക്കൂർ നിരീക്ഷിക്കും. 10 AI ക്യാമറകൾക്കായി 7 ലക്ഷം രൂപയും സാധാരണ ക്യാമറകൾക്കായി 3.75 ലക്ഷം രൂപയുമാണ് ചെലവഴിക്കുന്നത്. ബേക്കറി, രാജാജി നഗർ, പഴവങ്ങാടി, തകരപ്പറമ്പ്, ഉപ്പിടാമൂട്, വഞ്ചിയൂർ, പാറ്റൂർ വരെയുള്ള ഭാഗത്ത് തോട് തുറന്നു കിടക്കുന്ന ഭാഗത്താണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. പഴവങ്ങാടി ഭാഗത്ത് 8 ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ബുധനാഴ്ച രാത്രികാല സ്പെഷ്യൽ സ്ക്വാഡ് മാലിന്യം വലിച്ചെറിഞ്ഞവരിൽ നിന്ന് 17,060 രൂപ ചുമത്തി. 4 പേർക്ക് നോട്ടീസ് നൽകി. ഒരു വാഹനം പിടികൂടി. 17 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.